ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗമാണ്. ഞാൻ ഒരുപാട് സിനിമ ചെയ്ത് ഭയങ്കര കോടി ഇതായിട്ട് നിൽക്കുന്ന ഒരാളും അല്ല. ഒരു സാധാരണ ഒരാളെന്നുള്ള നിലയിൽ ഒരു കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിനെ മാനിക്കുക. അപ്പൊ അവർക്ക് ഭരിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊപ്പം നിൽക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനെതിരെ ഇനി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംസാരിച്ച് ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേര് കളയാൻ ഇനി ആരും ശ്രമിക്കാതിരിക്കുക. അതിനെതിരെ ഇനി നടപടി എടുക്കണം. ഒരു വാക്ക് പോലും അമ്മയെക്കുറിച്ച് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇനി വേണ്ടത്. കോടതി ഉത്തരവ് നമ്മൾ മാനിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഇത്രയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇതിനെക്കുറിച്ച് സങ്കടം വന്നിട്ട് വന്നു നിന്നതാണ്. വേറെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അമ്മയെ ആശ്രയിച്ച് ഈ 5000 രൂപയും ഈ മരുന്നുകളും മേടിച്ച് 10-200 പേര് ഒന്നും സംസാരിക്കാൻ പറ്റാതെ അമ്മയ്ക്കകത്തിരിക്കുന്ന കാഴ്ച കണ്ട ആളാണ്. അതുകൊണ്ട് പറയാണ്, ഇതെല്ലാം നിർത്തിയിട്ട് ഇതിനേക്കാൾ അമ്മ എന്ന് പറഞ്ഞ ആ സംഘടനയ്ക്കകത്ത് ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുണ്ട്. സംസാരിക്കാനും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യാനും പറ്റിയ ആൾക്കാരുണ്ട്. അവർക്ക് കുറച്ച് സമയം കൊടുക്കുക. സമയം കൊടുത്ത് ശ്വേത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആരോപിച്ചിരിക്കുന്ന കണക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഒരു ഓഡിറ്ററും ഒരു അക്കൗണ്ടന്റും ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ വലിയ അറിവോ ഞാൻ വലിയ പഠിപ്പോ വിജ്ഞാനമുള്ള ആളോ ഒന്നുമല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തൊക്കെ ആൾക്കാർ ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള നിലപാട് ഞാൻ പറഞ്ഞിരിക്കും. അതിന് ജനങ്ങൾ എന്ത് തിരിച്ചു പറഞ്ഞാലും PRO വർക്ക് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഒരു ശ്വേതയ്ക്ക് വന്നിരിക്കുന്ന കണക്കിന്റെ പ്രശ്നം ഈ ഓഡിറ്റർക്കും അക്കൗണ്ടിനും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 3 മാസത്തേക്കോ ജനറൽ ബോഡി മാറ്റി വെച്ചിട്ട് ഇവര് പറയണമായിരുന്നു, ഇപ്പൊ നിങ്ങൾ ജനറൽ ബോഡി വെച്ചാൽ അത് പാസ്സാവില്ല. അവർക്കറിയാലോ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഇത്ര അറിവ് എനിക്ക് വന്നത് ഞാനൊരു ഫ്ളാറ്റിന്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ആ നിയമവും ഈ നിയമമൊക്കെ ഒന്ന് തന്നെയാണ്, അല്ലാതെ വേറെ പുതിയ നിയമങ്ങളൊന്നുമല്ല. അത്രയും സമയം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ അമ്മയ്ക്കകത്തുള്ള എല്ലാവരും പറയും, അയ്യോ അമ്മയിലെ മക്കള്, സഹോദരന്മാരെല്ലാവരുമാണ് ഈ കിടന്ന് ബഹളം വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ അവരെ കൊണ്ട് സംസാരിക്കാൻ പോലും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് പറയണതാ. നിങ്ങൾക്കറിയാലോ, ഞാൻ കണ്ടത് പറയാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് മുഴുവൻ അതിനകത്തുണ്ട്. CCTV എല്ലായിടത്തും ഉണ്ട്. എടുത്തു നോക്കിയാൽ നിങ്ങളൊന്ന് ആവശ്യപ്പെടും, അതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അല്ലാതെ ഞാനൊരു പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാളല്ല ഇതൊന്നും പറയാൻ. ഞാൻ ആരുമല്ല. അതിനേക്കാൾ വലിയ ആൾക്കാരാണ് അതിന് അമ്മയ്ക്കകത്തുള്ളത്. അവർ തീരുമാനിക്കട്ടെ. ഇനി ഇത്രയും ദിവസം ഉണ്ടല്ലോ ശ്വേതയ്ക്ക്, ഇനി തെളിയിക്കട്ടെ. ഒരു കള്ളത്തരം കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പോയാലും അതിനൊരു തെളിവുണ്ടാവും. പിന്നെ ആരോപിച്ചിരിക്കുന്നത് എന്താ, 2.5 കോടി അവിടുന്ന് ആരോ തരും എന്താ പറയുക, എനിക്ക് മനസ്സിലായില്ല ശരിക്കും. ഇവര് പറയണതാണ്. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള തെളിവുണ്ടാവുമല്ലോ. ഈ അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ എങ്ങനെ വന്നാലും ഈ അമ്മയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അമ്മയിൽ പൈസ കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് ത്രൂ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു അക്കൗണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റിയാണ്. ഈ ചാരിറ്റി അസോസിയേഷനിൽ എവിടുന്ന് വേണമെങ്കിൽ ഫണ്ട് മേടിക്കാമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ബൈലോയിലുള്ള നിയമം അനുസരിച്ചാണ്. അപ്പൊ ആ നിയമത്തിന് അനുസൃതമായിട്ട് ആര് പൈസ തന്നാലും, ജാതി മതഭേദം ആര് പൈസ തന്നാലും ചാരിറ്റി ആയിട്ട് പൈസ മേടിച്ചിട്ട് നമ്മൾ അംഗങ്ങൾക്കല്ല കൊടുക്കേണ്ടതെന്ന് ബൈലോയിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ വയനാടാണെങ്കിലും ഇത്ര പ്രശ്നങ്ങൾ നടക്കുന്ന, വീടും ഇല്ലാതെ വെറുതെ നിലത്ത് കിടന്നുറങ്ങുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്, കേരളത്തിലുണ്ട്. ഈ കേരളത്തിലുള്ള അമ്മയുടെ അംഗങ്ങൾക്ക് കൊടുക്കണ്ട. ഈ പൈസ ചാരിറ്റി ആയിട്ട് ഉപയോഗിച്ചിട്ട് പുറത്ത് കൊടുക്കട്ടെ. അമ്മ എന്നുള്ള പേരിൽ ഒരു 4 വീട് വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ കുട്ടികളെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുവോ ഒക്കെ ചെയ്തുകൂടെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഒരാൾ ചെയ്തു വരുമ്പോൾ അത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കല്ലേ വേണ്ടത്. ആ വിഷമം ദയവീത് ജനങ്ങളായ നിങ്ങൾ എനിക്ക് തരരുത്. നിങ്ങളുടെ കൂടെ എന്നും നിന്നിട്ടേ ഉള്ളൂ ഞാൻ. അതേപോലെ തന്നെ നിങ്ങളാണ് ഇതെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കുന്നത്. നിങ്ങൾ പത്രക്കാരെ കുറ്റം പറയാൻ ഒരു കാര്യമില്ല. കാരണം തെറ്റായാലും ശരിയായാലും നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കുക, ജനങ്ങൾ അറിയട്ടെ എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇപ്പൊ ഞാൻ പറയും, ഇനി അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയ്ക്ക് ഒരു കാരണവശാലും എതിരായിട്ട് ഒരു വാക്ക് പോലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശ്വേത എന്ന് പറയുന്ന വ്യക്തി എന്നെ പേഴ്സണലായിട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ്. തെറ്റ് കണ്ടെങ്കിൽ ഇനിയിപ്പോ തെളിഞ്ഞു വരുമ്പോ തെറ്റിന് നമ്മളെല്ലാവരും അവരോട് നിൽക്കില്ലല്ലോ. ഇതുവരെ ആരെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ കഴിവായി തേക്കുന്നത്? ഇവിടെ നിയമവും കോടതിയുണ്ട്, പോലീസും ഉണ്ട്. എല്ലാവരും നോക്കട്ടെ.